നമസ്കാരം. ലോക്സഭയിൽ പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിക്കുകയാണ്. പ്രതിപക്ഷത്തിലേക്ക് പ്രിയങ്ക കൂടി ഇപ്പോൾ എത്തിയതോടെ പ്രതിപക്ഷത്തിന് മൂർച്ചയുള്ള ഒരു സ്വരം കൂടി ആയിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഇതിപ്പോൾ ആഘോഷിക്കുന്നത്. എന്നാൽ അതിനെല്ലാം പിന്നാലെ കേരളത്തിലെ 2 കോൺഗ്രസ് എംപിമാർ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിലെ മുൻനിര സീറ്റുകളിലേക്ക് ഇപ്പോൾ യോഗ്യത നേടുകയാണ്. ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ സ്ഥാനചലനങ്ങളും ഇപ്പോൾ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കാതെ വെച്ച പല യോഗ്യതകളും അല്ലെങ്കിൽ പല സ്ഥാനങ്ങളും ഇപ്പോൾ വിട്ടു നൽകാനായിട്ട് നരേന്ദ്രമോദി നിർബന്ധിതനാകുന്ന കാഴ്ചയാണ് സഭയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ ശബ്ദമില്ലാതെ ഭരിച്ച BJPക്ക് ഇത്തവണ കോൺഗ്രസിനെ പ്രതിപക്ഷമായിട്ട് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതും വെറുതെ ഒന്നുമല്ല, 100 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. 4 പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ലോക്സഭയുടെ മുൻനിരയിൽ 4 MPമാർക്ക് കൂടി സീറ്റുകൾ ലഭിക്കാനായിട്ട് പോവുകയാണ്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, MPമാരായിട്ടുള്ള KC വേണുഗോപാൽ, ഗൗരവ് ഗഗോയി, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്നീ കോൺഗ്രസ് MPമാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സഭാ സ്പീക്കറുടെ ഓഫീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ സീറ്റ് ലഭിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ സീറ്റുകൾ 100ലേക്ക് എത്തിയതോടെ രാഹുലിനെ കൂടാതെ കോൺഗ്രസിൻ്റെ 3 MPമാർക്ക് കൂടി രാഹുലിനൊപ്പം തന്നെ മുൻനിരയിൽ ഇരിക്കാൻ സാധിക്കും. ഈ 3 സീറ്റുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് 2 MPമാർ കടന്നു വന്നിരിക്കുന്നു. അതിൽ KC വേണുഗോപാൽ കോൺഗ്രസ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ആ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ആ സംഘടനയ്ക്കകത്ത് രണ്ടാമനായിട്ടാണ് വരുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിൽ 9 തവണ MP ആയ വ്യക്തിയാണ്. ലോക്സഭയിൽ തന്നെ ഏറ്റവും സീനിയറാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതാണ് ആകെയുള്ള 4 MPമാരിൽ 2 പേരും കേരളത്തിൽ നിന്നും കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 മാത്രമല്ല, 2019 കോൺഗ്രസ് രാജ്യത്ത് തകർന്നപ്പോഴും കേരളം മാത്രമാണ് കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയത്, ശക്തി പകർന്നു നൽകിയത്. അതിനുള്ള അംഗീകാരം പാർട്ടി കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോക്സഭയിലെ 3ാമത്തെ വലിയ പാർട്ടിയായിട്ടുള്ള സമാജ്വാദി പാർട്ടി, അവർക്ക് 2 മുൻനിര സീറ്റുകൾ ലഭിക്കാനായിട്ട് പോവുകയാണ്. പാർട്ടി അധ്യക്ഷനും സഭാകക്ഷി നേതാവുമായിട്ടുള്ള അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഫൈസാബാദ് MP അവധേഷ് പ്രസാദിനും വേണ്ടിയാണ് സമാജ്വാദി പാർട്ടി കത്ത് നൽകിയിരിക്കുന്നത്. ഫൈസാബാദ് എന്നാൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ആ സ്ഥലത്തെ MP-യാണ് ഈ പറയുന്ന അവധേഷ് പ്രസാദ്. BJPയുടെ വികാരമായിട്ടുള്ള ഒരിടം അത് പിടിച്ചെടുത്തതിൻ്റെ അംഗീകാരം അവധേഷ് പ്രസാദിനും ലഭിക്കുകയാണ്. DMKയുടെ ഭാഗത്ത് നിന്ന് മുതിർന്ന MP TR ബാലുവിനും മുൻനിരയിൽ ഇനി ഇരിപ്പിടം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ 10 പതിറ്റാണ്ടിന് ശേഷം പ്രതിപക്ഷം സജീവമാകുന്ന ഒരു പാർലമെന്റാണ്, അല്ലെങ്കിൽ ഒരു ലോക്സഭയാണ്, ഒരു കരുത്തുറ്റ പ്രതിപക്ഷത്തെയാണ് ഇനി കാണാൻ പോകുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.